അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ കുടുംബം ഒപ്പം ആനന്ദത്തോടെ വരും. പിന്നെ കുടുംബജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോഴും ഇതൊരു ട്രെയിനിങ് ആണ്. നമ്മൾ മക്കളെയും കൂടെ വളർത്തി പഠിപ്പിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുക, ആനന്ദത്തോടെ ഇരിക്കുക, സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചോട്ടെ, ദൈവം ടേക്ക് കെയർ ചെയ്യും, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, വി റിമൈൻ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്, വി റിമൈൻ ജോയ്ഫുൾ. ആ ഒരു നമ്മൾ അതങ്ങനെ ഒരു പരിശീലനം പോലെ സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കലി. അതാണ് ഒരു ജോയ്ഫുൾ ഫാമിലി സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്, തീർച്ചയായിട്ടും ഒരു പ്രോസസ്സാണ്. നമ്മൾ എത്തിയെന്നല്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു എത്തിയ പീരീഡിന്റെ ഫ്രീക്വൻസി കൂട്ടുക, അതിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയ സമയത്തിന്റെ ഫ്രീക്വൻസി കുറച്ചുകൊണ്ട് വരിക, ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ പരസ്പരം കുടുംബജീവിതത്തിലാകുമ്പോൾ പരസ്പരം മനസ്സിലാകുക എന്താണ് നമ്മളുടെ ഈ ഒരു ആനന്ദത്തെ ഒരുപക്ഷെ എടുത്തു മാറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഒരു പ്രാവശ്യം തട്ടി വീണു, അടുത്ത തവണ അത് വരുമ്പോഴേ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത് നമ്മൾ എന്റർടൈൻ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ സേക്രഡ് സ്പേസിൽ നിന്ന് പുറത്തിറങ്ങി പോകും. അതെപ്പോഴും ഇമ്പോർട്ടൻ്റാണ്. കാര്യം ഒരാൾ ആ ഒരു സ്പേസ് നമ്മളെപ്പോഴും സേക്രഡായിട്ട് തന്നെ കീപ്പ് ചെയ്യുക, നമ്മുടെ ഒരു പരിശുദ്ധാത്മാവായിട്ടുള്ള കണക്ടിവിറ്റിയിലായിരിക്കുക. അപ്പോൾ അതിന് തടസ്സം വരുന്ന സാഹചര്യങ്ങൾ കുടുംബത്തിലും വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് നോ പറയുക എന്നുള്ളതാണ് ഒരു സ്ട്രഗിൾ. ഒരു മിഷനറി എന്ന് പറഞ്ഞാൽ 100% 24/7 മിഷനറി ആയിട്ടില്ല ഞാൻ. ബിക്കം ഒരു പറ്റുന്ന അത്രയും സമയം ജോയ്ഫുൾ ആവുകയും, പക്ഷെ തീർച്ചയായിട്ടും ഈ ജോയ്ഫുൾ ആകുന്ന ആ സ്പേസിലാണ് മിഷൻ പ്രവർത്തനം നടക്കുന്നത് തിരിച്ചറിഞ്ഞു.